എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 സൈബർ സ്പേസ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും തീർച്ചയായും നമുക്ക് ഇന്റർനെറ്റിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് എന്ന ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്റർനെറ്റിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്താണ് എന്ന്. The internet has revolutionized communication, education, business, but it also has drawbacks. Here are some keys, advantages and disadvantages. ഇന്റർനെറ്റ് ആശയവിനിമയത്തിന്റെ ലോകത്തും വിദ്യാഭ്യാസത്തിന്റെ ലോകത്തും വ്യാപാര മേഖലയിലും എല്ലാം വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ്. എന്നാൽ അതിന് ഗുണം മാത്രമല്ല, ചില പോരായ്മകളും കൂടിയുണ്ട്. എന്തെല്ലാമാണ് ഇന്റർനെറ്റിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്ന് നോക്കാം. നമ്മുടെ ഈ ക്ലാസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർനെറ്റ്. ഫസ്റ്റ് വൺ, ആക്സസ് ടു ഇൻഫർമേഷൻ. വിവരങ്ങൾ, അറിവ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ദ ഇന്റർനെറ്റ് പ്രൊവൈഡ് ഇൻസ്റ്റന്റ് ആക്സസ് ടു വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ, മേക്കിംഗ് റിസർച്ച് ആൻഡ് ലേണിംഗ് മോർ എഫിഷ്യന്റ്. വലിയ തോതിലുള്ള അറിവ് നമുക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന ഒരു മാർഗമാണ് ഇന്റർനെറ്റ്. കൂടാതെ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ കാര്യക്ഷമമാണ്. സെക്കൻഡ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ടിവിറ്റി. ആശയവിനിമയത്തിനും മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിനും വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. It always allow people to stay connected through email, video calls and social media, bridging global distance. എത്ര അകലെ തന്നെയാണെങ്കിലും ആളുകൾക്കിടയിൽ ആ ഒരു വിടവില്ലാതെ ആളുകളെ പരസ്പരം കൂട്ടിയിണക്കാനും ആശയവിനിമയം ചെയ്യാനും വീഡിയോ കോൾ, സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ ഇമെയിലിലൂടെയും ഒക്കെ കണക്ട് ചെയ്യാനും ഇന്റർനെറ്റ് സഹായിക്കുന്നു. തേർഡ്, കൺവീനിയൻസ് ഇൻ ഡെയിലി ലൈഫിൽ. ദൈനംദിന ജീവിതത്തിൽ വളരെ അനുയോജ്യമാണെന്നാണ്. ഓൺലൈൻ ഷോപ്പിംഗ്, ബാങ്കിങ്, എന്റർടൈൻമെന്റ് മേക്ക് ഡെയിലി ആക്ടിവിറ്റീസ് മോർ കൺവീനിയന്റ്. ദ ഫോർത്ത് വൺ, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് കോഴ്സസ്, ട്യൂട്ടോറിയൽസ്, സർട്ടിഫിക്കേഷൻസ്, മേക്കിംഗ് എഡ്യൂക്കേഷൻ ആക്സസിബിൾ ടു ആൾ. നമ്മളിപ്പോ ഈ പഠിക്കുന്നത് തന്നെ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണല്ലോ. യൂട്യൂബ് സഹായത്തോടു കൂടിയാണ്, അത് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. ഇപ്പൊ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ വലിയ റവല്യൂഷണറി ചേഞ്ച് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഫിഫ്ത്ത്, ബിസിനസ് ഗ്രോത്ത്. Companies can reach a global audience, promote product, conduct transaction online. Online transaction നടത്താം, മണി ട്രാൻസാക്ഷൻ നടത്താം, ഗുഡ്സ് എക്സ്ചേഞ്ച് നടത്താം. ഗ്ലോബൽ ഓഡിയൻസ്, ഒരു പ്രത്യേക ലൊക്കാലിറ്റി മാത്രമല്ല, ഇപ്പൊ എല്ലാ ലോകത്ത് എല്ലാ രാജ്യങ്ങളും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് നടത്താൻ പറ്റും എന്നുള്ളതാണ്. സിക്സ്ത്, റിമോട്ട് വർക്ക്. ഇറ്റ് എനാബിൾസ് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി, ഇൻക്രീസിംഗ് ഫ്ലെക്സിബിലിറ്റി, വർക്ക് ലൈഫ് ബാലൻസ്. ഓഫീസിൽ പോയിക്കൊണ്ട് തന്നെ ജോലി ചെയ്യണം, വളരെ ദൂരെയുള്ള ജോലി സ്ഥലത്ത് പോകണമെന്നൊന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് വീട്ടിലിരുന്ന് ജോലി ചെയ്യാവുന്ന അവസ്ഥ അത് ഇന്റർനെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ്. സെവൻത്ത്, എന്റർടൈൻമെന്റ്. സ്ട്രീമിംഗ് സർവീസ്, ഓൺലൈൻ ഗെയിമിംഗ്, സോഷ്യൽ മീഡിയ പ്രൊവൈഡ് എൻഡ്ലെസ് എന്റർടൈൻമെന്റ്. ഓൺലൈൻ ഗെയിമിംഗ്, അല്ലെ, വെബ് സീരീസ്, OTT പ്ലാറ്റ്ഫോമിൽ നമുക്ക് മൂവീസ് കാണാം, സ്പോർട്സ് കാണാം. ഇങ്ങനെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിസ്അഡ്വാൻറ്റേജസ്. എന്തെല്ലാം ദോഷങ്ങളുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ്. ഫസ്റ്റ് വൺ ത്രെട്ട് തന്നെയാണ്, ഭീഷണിയാണ്, സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ്. ഹാക്കിംഗ്, ഐഡന്റിറ്റി തെഫ്റ്റ്, ഫ്രോഡ് ആർ കോമൺ റിസ്ക്. Second, misinformation, fake news. The spread of false information can mislead people and create confusion. Third, addiction and distraction. നമ്മൾ ശ്രദ്ധ ഇല്ല, കോൺസെൻട്രേഷൻ നശിപ്പിക്കാനും അതുപോലെ ഈ ഒരു ഗാഡ്ജറ്റ്സിനോട് നമുക്ക് കൂടുതൽ അഡിക്ഷൻ തോന്നാനും ഒക്കെ കാരണമാവും. എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ, ഗെയിമിംഗ് ആൻഡ് ഓൺലൈൻ ബ്രൗസിംഗ് can lead to addiction and reduce productivity. ഫോർത്ത്, പ്രൈവസി കൺസേൺസ്. വളരെ പ്രൈവസി കൂടുതലാണ് എന്ന് പറയെങ്കിലും അതേസമയം പ്രൈവസിയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രോബ്ലംസും ഈ മേഖലയിലുണ്ട്. പേഴ്സണൽ ഡാറ്റ ക്യാൻ ബി ട്രാക്ഡ് ആൻഡ് മിസ്യൂസ്ഡ് ബൈ കമ്പനീസ്, ഹാക്കേഴ്സ് ഓർ ഗവൺമെന്റ്സ് ഓർ ട്രോളിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന പീപ്പിൾസ് ഒക്കെ ഉണ്ട്. ഫിഫ്ത്ത്, ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം ക്യാൻ കോസ് ഐ സ്ട്രെയിൻ, poor postures, mental health issues.
കണ്ണിന്റെ കാഴ്ച നശിക്കാനും അതുപോലെ ശാരീരികമായിട്ടുള്ള നമ്മുടെ പോസ്റ്റേഴ്സ്, ഇരുത്തം, നിൽപ്പ് എന്നിവയൊക്കെ നമ്മുടെ ശരീരത്തെ മെന്റലി ഫിസിക്കലി അഫക്റ്റ് ചെയ്യാം. 6th, digital divide. Not everyone has equal access to internet, create gaps in education opportunity. അപ്പൊ ഇന്റർനെറ്റ് ആക്സസിബിൾ ആവുന്നത് വളരെ അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനറേഷൻ ആയിരിക്കും. എന്നാൽ ഇതിന്റെ ആക്സസിബിലിറ്റി ഇല്ലാത്ത ആളുകൾ കുറെ പിറകോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു ഓപ്പർച്യൂണിറ്റിയിലും എഡ്യൂക്കേഷനിലും ഒക്കെ. 7th, സോഷ്യൽ ഐസൊലേഷൻ. സാമൂഹികമായി ഒറ്റപ്പെടുക എന്നുള്ള, ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആനിമൽസ് ആണ്. എന്നാൽ ഇന്റർനെറ്റ് യൂസേജ് നമ്മളെ ന്യൂസും ഇൻഫോർമേഷനും അവെയർ നമുക്കുണ്ട്, പക്ഷെ ഇന്ററാക്ഷൻ കുറയ്ക്കും, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ കുറയ്ക്കും. അതുകൊണ്ട് ഫീലിങ്സ്, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ കുറയും എന്നുള്ള. ഓവർ റിലയൻസ് ഓൺ ദ ഓൺലൈൻ ഇന്ററാക്ഷൻ മേ റെഡ്യൂസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ് അടയാളപ്പെടുത്താനും മറക്കരുത്. വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.